ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും കിങ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് തൃക്കാർത്തികയാണ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് വിളക്ക് വയ്ക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾക്കാണെങ്കിൽ ഇന്ന് സ്കൂളോ കാര്യങ്ങളോ ഇല്ല. അവൾക്ക് KG സെക്ഷനിൽ ടൂർ പോകണാണ്. അവൾക്ക് സ്കൂളൊന്നുമില്ല. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാപ്പി വയ്ക്കാനേ. ഹലോ ഹലോ. എൻ്റെ മുടി ഏകദേശം ഒന്ന് വളർന്നു ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാപ്പി വയ്ക്കാൻ പോവാം കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് കാപ്പി വയ്ക്കാൻ തുടങ്ങാണ് കേട്ടോ. നമ്മൾ കാപ്പി അടുപ്പത്ത് വെച്ചപ്പോഴേക്കും നമുക്ക് ഉമ്മർത്ത് ഇലക്ഷൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് വേഗം പോയി. അത് കഴിഞ്ഞ് വാതിൽ ചാരി ഇട്ടിട്ടായിരുന്നു ഞാൻ അവനവിടെ താഴെ വെച്ചിട്ട് അടുക്കളയ്ക്ക് പോയതായിരുന്നു. തിരിച്ച് ശബ്ദം കഴിഞ്ഞ് നോക്കുമ്പോൾ ദാ ഡോറും തുറന്ന് പോവാണ് കേട്ടോ ആൾ. ഇപ്പം ഇതാണ് അവസ്ഥ. നമുക്ക് ഡോറ് ഉള്ളിൽ നിന്ന് അടച്ചാതെ ഇരിക്കാനോ കാര്യങ്ങൾക്കോ പറ്റില്ല. ഡോർ എങ്ങാനും തുറന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ നേരെ ഇറങ്ങി മുറ്റത്തേക്ക് വേഗം ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഡോറൊക്കെ നന്നായി ലോക്ക് ചെയ്തിട്ടാണ് എപ്പോഴും ഇരിക്കുക. രാവിലെ ആയാലും ഉണ്ണി പോയി കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ രാവിലെ ഡോർ അടച്ചാൽ പിന്നെ അവൾ വരുന്ന നേരത്തെ നമ്മൾ ഡോറൊക്കെ തുറക്കാറുള്ളൂ കേട്ടോ. ഇത് കാപ്പി തിളച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി നോക്കുകയാണ് കാപ്പി എന്തായെന്നുള്ളത് കേട്ടോ. അപ്പോഴത്തേനാണ് ആൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ അവനെ എടുത്തുകൊണ്ട് അടുക്കളയ്ക്ക് വന്നപ്പോഴത്തേനും നമ്മുടെ കാപ്പി തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം കാപ്പി തിളച്ചതൊക്കെ ഓഫ് ചെയ്ത് എനിക്കും മോൾക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഉമ്മർത്ത് പോയിരുന്ന് കാപ്പി കുടിക്കാനായിട്ട് പോവാണ്. നമ്മുടെ കയ്യിൽ കപ്പോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനറിയാം അത് കുടിക്കാനുള്ള കാര്യം എന്നറിയാം. അപ്പം തുടങ്ങിയതാണ് കേട്ടോ അവൻ വാശി. നമ്മുടെ കയ്യിൽ കപ്പ് കണ്ടപ്പോൾ അവന് വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാശിയാണ്. പായസം ഇടയ്ക്ക് നമ്മൾ ഈ കപ്പിലൊക്കെ ചായ കുടിക്കുന്ന കപ്പിലുണ്ട് ഇത് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വിചാരം പായസമാണ് വെച്ചിട്ട് അതിനുള്ള വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ചായ കുടിക്കുന്ന നേരം മുഴുവൻ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം അടിച്ചു വാരി തുടയ്ക്കേണ്ട കാര്യങ്ങൾക്ക് പോരുകയാണ്. അവൻ എന്തായാലും താഴെ വെച്ചിട്ട് നമുക്ക് അടിച്ചു വാരാനോ കാര്യങ്ങളൊക്കെ പറ്റില്ല. അവൻ ഈ അടിച്ചു വാരണേൻ്റെ ഈ പൊടിയുടെ ഇടയിൽ കൂടെ നടക്കും, ചൂല് പിടിച്ച് വലിക്കാൻ നടക്കും. പിന്നെ നമ്മുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പണിയും ഒരുവിധം എല്ലാം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ എടുത്തുകൊണ്ട് വേഗം അടിച്ചു വാരാണ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം അകവും ഉമ്മറും ഒക്കെ നമ്മൾ വേഗം അടിച്ച് വാരി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ വേഗം തുടയ്ക്കുന്നുണ്ട്. തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയം മുഴുവൻ അവൻ എൻ്റെ ഒക്കത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ താഴെ വെച്ചു. ആ സമയത്ത് അവൻ തുടയ്ക്കണം, മോപ്പ് വലിക്കാൻ പോകുന്നുണ്ട്, ചൂലുണ്ടെങ്കിൽ ചൂല് പിടിക്കാൻ വലിക്കാനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവളുടെ അടുത്ത് ഇരിക്കുമ്പോൾ അവളും പിടിച്ചിട്ട് ഞെക്കണ കാരണം അവളുടെ അടുത്തും അവനിരിക്കില്ല. അപ്പോൾ അവനെടുത്തുകൊണ്ട് ഞാൻ വേഗം തന്നെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് അതൊക്കെ നമ്മൾ വെച്ച് അതിൽ എണ്ണയും തിരിയൊക്കെ ഇടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ മോൾ എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട്. അവനെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റത്തേക്ക് നീക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ അവനവിടെ എന്തോ സാധനം ഉണ്ട് അത് എടുക്കാൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവനത് വലിക്കാനും കാര്യങ്ങളൊക്കെ നിറയെ നോക്കുന്നുണ്ട്. അപ്പോൾ മോളും ഞാനും ഒക്കെ കൂടിയിട്ട് നമ്മൾ വേഗം വിളക്ക് വയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം നേരം വൈകി എന്ന് പറഞ്ഞിട്ട് വേഗം എണ്ണയും തിരിയൊക്കെ ഒഴിച്ച് വേഗം കത്തിക്കാനായിട്ട് പോവാണ്. ഞാനപ്പോൾ അങ്ങനെ ഇവിടെ ഫുള്ള് അതിൽ എണ്ണയും ഇതൊക്കെ ഇട്ടു. പിന്നെ അവൾ ബാക്കി തിരി അവൾ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് അകത്ത് വിളക്ക് കൊളുത്താണ് കേട്ടോ. പിന്നെ അങ്ങനെ അകത്തൊക്കെ വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്ത് വിളക്ക് കത്തിക്കുന്നത്. ഞാൻ സാധാരണ പുറത്തേക്ക് ഓരോ സ്ഥലത്തേക്കും അതൊക്കെ എവിടേക്കാണ് വെക്കേണ്ടത് അവിടെയൊക്കെ വെച്ച് അതിന് ശേഷമാണ് കത്തിക്കാറ്. ഇപ്പോൾ ഇവനുള്ളതുകൊണ്ട് അതിന് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം വിളക്കൊക്കെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന് പുറത്ത് വെച്ചു. വിളക്ക് കണ്ടപ്പോൾ അവനത് പിടിക്കാൻ പോകേണ്ട ഒരു തിരക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനെല്ലാം ഓരോ സ്ഥലത്തേക്കും ഞാൻ എടുത്ത് വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോളും സഹായിച്ചു കേട്ടോ താഴത്തേക്ക് എടുത്ത് വെച്ച് തരാനും കാര്യങ്ങൾക്കൊക്കെ. അവൾ കുറേയൊക്കെ തിരി കത്തിക്കുന്നതിൻ്റെ ഒപ്പം ഞാനത് ഓരോന്നും പടികളിലേക്കും ഒക്കെ ഇറക്കി വെച്ചു. കാരണം ഇവനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അവൻ ഏത് നേരം പിടിക്കാൻ പോലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ അവളിങ്ങനെ നോക്കുകയാണ് കേട്ടോ.
നമുക്ക് മതിലുമ വെച്ചാലോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാം കത്തുന്നുണ്ടോ നോക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നമുക്ക് നോക്കുമ്പോൾ നല്ല കാറ്റുണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം എന്തോ ആ കാറ്റോ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. വിളക്കൊക്കെ നന്നായി കത്തി, നല്ല പോലെ എല്ലാം ഒന്നും കെടാതെ തന്നെ നമുക്ക് കത്തിക്കാനും കാര്യങ്ങൾക്കും പറ്റി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ്റെ കൈ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കൈ വിട്ട് അവൻ അപ്പം തന്നെ വിളക്ക് പിടിച്ച് വലിക്കും. അപ്പം അതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ഞാനിങ്ങനെ പിടിക്കുന്നുണ്ട്. അവനെന്താ അതെന്ന് പറഞ്ഞിട്ട് നന്നായി നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവനൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അവനെ കൊണ്ടുപോയി ഉറക്കി കിടത്തി. സമയം പിന്നെ ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ കുറച്ച് പണികളൊക്കെ ഉള്ള കാരണം വേഗം വന്ന് അടുക്കളയിൽ വന്നു. കുറച്ച് വെള്ളം കുടിക്കാൻ തിളപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ വെച്ചു. നമ്മൾ ചുക്ക് വെള്ളപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോത്തുണ്ടി വെള്ളം വരും 1-2 ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ആ വെള്ളം പിടിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കരച്ചിലും കാര്യങ്ങളും കഴിഞ്ഞ് കേട്ട് ചെന്ന് നോക്കുമ്പോഴേക്കും അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ഉറക്കം. കാരണം ഞാൻ അവനെ ഉറക്കി കിടത്തി അങ്ങനെ വന്ന് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു. വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവൻ എണീറ്റു. അപ്പോൾ പിന്നെ അവനെയും വെച്ചുകൊണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നേ. നിന്നോട് ഉറക്കിയിട്ട് കഴിഞ്ഞോ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വന്ന് പാത്രം കഴുകാനായിട്ട് നിന്നു കേട്ടോ. എനിക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാനുണ്ടായിരുന്നു. അവനെ ഞാൻ താഴെ അടുക്കളയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ അവൻ്റെ അടുത്ത് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അവനെന്താ ചെയ്യുന്നതെന്ന്. പിന്നെ അവനോട് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ചെയ്യണേ. കാരണം അവൻ കുപ്പി ഗ്ലാസും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് താഴെ ഇട്ട് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. 2 ഗ്ലാസ്സൊക്കെ അവൻ ഈ ഇടയ്ക്ക് പൊട്ടിച്ചു. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അവൻ ഫ്രിഡ്ജിന്മേൽ ഇങ്ങനെ പിടിച്ച് അത് തട്ടി തട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കളിക്കുന്ന നേരം കൊണ്ട് വാശിയൊക്കെ ആവണേക്കാൾ മുന്നേ ഞാൻ വേഗം പാത്രങ്ങളും ഒക്കെ കഴുകി അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടാനും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴേക്കും അവന് വാശിയായി. അവൻ പിന്നെ വന്ന് എന്നെ പിടിച്ച് എന്നെ വലിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവനെടുക്കാനൊക്കെ ആയിട്ട് പാത്രങ്ങളൊക്കെ ഞാൻ അപ്പുറത്ത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കളിക്കാനൊക്കെ ആയിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ. പക്ഷെ അവനതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ അവനെയും കൊണ്ട് ഞാൻ നേരെ പോയി നമ്മുടെ ചിരാത് കത്തിയതും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയപ്പോൾ എല്ലാം നല്ല രീതിക്ക് കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വൃത്തിയാക്കാനും കാര്യങ്ങൾക്ക് നിന്നില്ല. അവനുള്ളതൊന്നും നമുക്കത് പറ്റില്ല. പിന്നെ ഒരു സമയം ഒരു 8:30 കഴിഞ്ഞപ്പോൾ മോൾക്കും വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നേരെ 2 ആൾക്കും ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ആൾക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അവൻ വിളമ്പുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ, എന്താ എടുക്കണേ ഏതാ എടുക്കണേ എന്നുള്ളത്. പക്ഷേ അവൻ ഭക്ഷണമൊന്നും കഴിക്കണമില്ല മര്യാദയ്ക്ക് ഇപ്പോൾ കേട്ടോ. പിന്നെ അങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ കുറച്ച് ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അത് ഒതുക്കി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. വാശിയൊക്കെ ആവണേക്കാൾ മുന്നേ വേഗം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വേഗം അതൊക്കെ ഒതുക്കി വെക്കുകയാണ്. രാവിലെ തന്നെ അവനൊന്നും ഉറങ്ങിയ സമയത്ത് ഞാൻ വേഗം തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതേപോലെ പൂച്ചയുറക്കമാണ് മൂപ്പർക്ക്. അപ്പോൾ ഞാൻ പിന്നെ വേഗം അതൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 9:30 ആകുമ്പോഴത്തേനും ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ വന്ന സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ വന്നതും അവനൊന്ന് എടുക്കണം, അവനെ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അവനപ്പോഴേക്കും ബഹളമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ. കുട്ടിയുടെ അച്ഛ വന്നല്ലോ. കുട്ടി എവിടെ പോയി? ചേച്ചി കുട്ടി എവിടെ പോയി? ഏട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കുറച്ച് നേരം എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല വാശിയാണ് കേട്ടോ, പിന്നാലെ നടക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അവനെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നേരെ നമ്മുടെ ഉമ്മറത്ത് ചിരാതൊക്കെ കത്തിച്ച് വെച്ചതൊക്കെ എടുത്ത് വെച്ച് അവിടെ എണ്ണയൊക്കെ നിറയെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടോ. സോപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി. അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് ഏട്ടൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെ ഞാനും പിള്ളേരും കിടക്കാനായിട്ട് വന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങളൊക്കെ ഇരുന്ന് കളിച്ച് അങ്ങനെ ഞങ്ങൾ കിടക്കാനും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. എത്ര തണുപ്പുണ്ടെങ്കിലും മോൾക്ക് AC ഇടണം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഞാൻ AC ഇടാൻ സമ്മതിക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ എനിക്ക് കാല് കടയാനും കാര്യങ്ങളൊക്കെ നിൽക്കും. അപ്പോൾ അവൾ AC ഒക്കെ ഓൺ ആക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. തപ്പുകൊട്ടുണ്ണി തപ്പുകൊട്ട്, താളം കൊട്ടുണ്ണി താളം കൊട്ട്, തപ്പുകുടുക്കയിൽ എന്തുണ്ട്,
നാഴിപ്പായയുടെ തോറുണ്ട്, നാരായണം വെച്ച കടിയുണ്ട്, എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. മോന് ഈ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ തപ്പ് കൂട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.